ഹലോ നമസ്കാരം, എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസ് ആണ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി തക്കാളി സാദമാണ്. ബാക്കി വന്ന് ചോറ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ തക്കാളി സാദം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇത് വളരെ യൂസ്ഫുൾ ആയ ഒരു റെസിപ്പിയാണ്. സാധാരണ തക്കാളി സാദത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ചോറ്, എൻ്റെ അടുത്ത് ബാക്കി വന്ന ചോറ് ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. കുറച്ച് സവാള, പച്ചമുളക്, കരിവേപ്പില, കായം, കടുക്, തക്കാളി മിക്സിയിലിട്ട് അടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്കിതിനൊരു പൗഡർ ഉണ്ടാക്കണം. അതിനായിട്ട് മല്ലി, മുളക്, കടലപ്പരിപ്പ്, ഉഴുന്നും പരിപ്പ്, ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിഷ് ഉണ്ടാക്കി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനാവശ്യമുള്ള പൗഡർ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് മുളക്, കടലപ്പരിപ്പ്, ഉഴുന്നും പരിപ്പ്, മല്ലി ഇത്രയും പാനിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ചൂടായി പരിപ്പൊക്കെ ഒന്ന് ബ്രൗൺ ആവുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മല്ലി നന്നായി മൂത്ത മണം വരുന്നുണ്ട്, ദാല് നല്ലോണം ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യണം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു പൗഡറായിട്ട് പൊടിച്ചെടുക്കും. അപ്പോൾ ദാല് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ദാലും മസാലകളൊക്കെ നന്നായി പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് ഒരു പാന് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ ഓയിൽ, സാധാരണ ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ റെഗുലർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് ചൂടായി കിട്ടണം. എണ്ണ നല്ലോണം ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഇത്തിരി കായം പൊടിച്ചത് ചേർക്കാം. പിന്നെ കടുക്, ഈ കടുക് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. കടുക് നന്നായി പൊട്ടി ഇനി അതിലേക്ക് കരിവേപ്പില ചേർക്കാം. സവാള അരിയുക, പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. ഈ സവാള ഒന്ന് ബ്രൗൺ ആവുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി പ്യൂരി അരച്ചു വെച്ചത് ആഡ് ചെയ്യാം. അതോടുകൂടി ഈ ഡിഷിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഈ തക്കാളി നല്ലോണം കുക്ക് ചെയ്ത് ഇതിലെ വെള്ളം മുഴുവൻ വറ്റുന്നവരെ വെയിറ്റ് ചെയ്യും. തക്കാളിയിലുള്ള വെള്ളം മുഴുവൻ വറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ച മസാല ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് നേരം ഞാൻ ദാലിന്റെ പൊടി ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്ത റൈസ് ആഡ് ചെയ്യാം. കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. കുക്ക് ചെയ്ത ചോറ് റൂം ടെമ്പറേച്ചറിലായിരിക്കണം, ഇല്ലെങ്കിൽ ഇത് ഈ തക്കാളി മിക്സ്ചറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതങ്ങ് ഉടഞ്ഞു പോകും.
നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. ഈ മസാല നന്നായിട്ട് ചോറും പരിപ്പും എല്ലാം പിടിക്കുന്നത് വരെ മിക്സ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ട് നമുക്കിത് ഒന്ന് ഗാർണിഷ് ചെയ്യാം. തക്കാളി റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ നാടനായ ഒരു റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.